ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം ഡബിൾ പെറ്റൽസിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് വരെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡബിൾ പെറ്റൽസിനെയും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക് കളർ നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഷെയ്ഡ്സ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ലീഫ് അതുപോലെ ഫ്ലവറിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഇത്ര വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഫ്ലവർ ആവാനുള്ള വെറൈറ്റീസാണ് കേട്ടോ. അതൊക്കെ ഫ്ലവറായിട്ട് വന്നാൽ മാത്രമേ ഏതാണ് കളറെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതൊരു നല്ല ബുഷി ആയിട്ടുള്ള ബേബി പിങ്ക് ആണ് കേട്ടോ. നമ്മുടെ പോട്ടിലൊക്കെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ കട്ടിങ്സ് കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു പോട്ടിൽ കുറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വശത്ത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഫ്ലവേഴ്സ് കാണാനായിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ കട്ടിങ്സ് എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് വച്ചിട്ടാണ് നമ്മൾ കോംബോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ഡാർക്ക് പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഇത് അറിയാലോ, നമ്മുടെ എല്ലാവരുടെ കയ്യിലുള്ള നോർമൽ വൈറ്റ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു റെയർ വെറൈറ്റി ഉണ്ട് കയ്യിൽ, അതായത് തായ്ലൻഡ് വൈറ്റ് കേട്ടോ. പിന്നെ ഈ ഒരു മഞ്ഞ പോട്ടിൽ വെച്ചിരിക്കുന്നത് ഒരു ഉജാല ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു റെയർ വെറൈറ്റിയാണ്. നമ്മുടെ കയ്യിലൊരു 3 റെയർ വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. ഇത് നമ്മുടെ നാഗാലാൻഡ് പിങ്ക് ആണ് കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടോ, നല്ല വലിയ ഇലയാണ്. പിന്നെ ഇതൊരു ലൈറ്റ് പിങ്ക് കളറാണ്. ഇത് കുറച്ചുകൂടെ പെറ്റൽസ് കുറഞ്ഞതാണ് കേട്ടോ. ഡബിൾ പെറ്റൽസ് തന്നെയാണിതും. നമ്മുടെ പൂക്കൾ 3ആയിട്ട് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണ്ടിനടിയിൽ അതായത് ലീഫിനടിയിൽ വരുന്നത്, കുറച്ച് മുകളിലോട്ട് വരുന്നത്, കുറച്ച് വലിയ ഫ്ലവർ വരുന്നത്, അതാണ് കേട്ടോ നമ്മൾ നാഗാലാൻഡ് എന്നൊക്കെ പറയുന്നതും. ചെടിയുടെ മുകളിലേക്ക് വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെയാണ് നമ്മുടെ നാഗാലാൻഡ് വെറൈറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു മിനി നാഗാലാൻഡ് പിങ്ക് എന്ന് പറയാം കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ് ഇതും. സെയിം കളർ ഫ്ലവർ തന്നെയായിരിക്കും, പക്ഷേ ലീഫിനും അതിൻ്റെ തണ്ടിനും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ഒരു 25 മുകളിലെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്നത്. ഇതൊരു ലൈറ്റ് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ചിൽ തന്നെ ഒരു 5-6 ഷെയ്ഡ് ഉണ്ട്. പിങ്കിൽ തന്നെ ഒരു 7-8 ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നാഗാലാൻഡ് റെഡാണ് കേട്ടോ. അതേ മുകളിലോട്ട് അത്യാവശ്യം റോസാപ്പൂ മാതിരി തന്നെയാണ് വിരിഞ്ഞ് നിൽക്കുന്നത്. നല്ല പൂക്കൾ തരുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൽ. നല്ല ഫ്ലവറാണ്, നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നാൽ. കളർ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ. നല്ല ഡാർക്ക് റെഡാണത്. പിന്നെ ഇത് വന്നിട്ട് ലൈറ്റ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് തന്നെയാണ്. ഇത് ഡാർക്ക് ഓറഞ്ച് കേട്ടോ. അതിൻ്റെ തന്നെ ലീഫിനൊരു ഡിഫറൻസ് കണ്ടോ. ഡാർക്ക് ഓറഞ്ചിൻ്റെ തണ്ട് വെള്ളിത്തണ്ട് പോലെയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഓറഞ്ചിഷ് പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിലൊരു ഡാർക്ക് പീച്ചും പുറത്തേക്ക് ഒരു ലൈറ്റ് പീച്ചും ഒക്കെയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. വാടിയൊക്കെ നിൽക്കുകയാണ്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം, ഇല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകും കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ അടിച്ച് നിർത്തിയിട്ടുണ്ട്. വൈകുന്നേരം വരെ നമ്മൾ നോക്കും, അതിന് ശേഷമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ലൈറ്റ് ഓറഞ്ച് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ലീഫിന് ഡിഫറൻസ് ഉണ്ട് കണ്ടോ. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഡാർക്ക് ലീഫും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ലീഫും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലീഫിൻ്റെയും ഫ്ലവറിൻ്റെയും തണ്ടിൻ്റെ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ലൈറ്റ് ഓറഞ്ച്, ഞാൻ പറഞ്ഞില്ലല്ലോ, ഓറഞ്ചിൽ തന്നെ ഒരു 5-6 ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു ഡാർക്ക് പീച്ചാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തോന്നും ഡാർക്ക് ഓറഞ്ച് ആണെന്ന്, അല്ല കേട്ടോ, ഡാർക്ക് പീച്ച് കളറാണേ. നല്ല ഇങ്ങനെ കണ്ണടിച്ച് പോകുന്ന ടൈപ്പിലെ ഒരു ഫ്ലവറാണ് കേട്ടോ ഇതിനുള്ള. നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നിറച്ചിന് മുട്ടുകൾ വന്നിരിക്കുന്നത് നമ്മൾ ഈ പ്ലാന്റ്സ് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിറച്ചിന് പോട്ടിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. ഏതൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സായാലും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവുക തന്നെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ നമുക്ക് പ്ലാന്റ്സിനെ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതങ്ങനെ കട്ട് ചെയ്ത് പോകുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എനിക്കിഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അത് ഈ ഒരു കളറ്. പിന്നെ ഒരു ഉജാല കളറുണ്ട് കേട്ടോ, അതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ കയ്യിലുള്ള ഡബിൾ പെറ്റൽസിൽ ഏതാണ് എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് ചോദിച്ചാൽ പറയാനറിയില്ല കേട്ടോ. എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇതിൽ ഈ ഒരു പ്ലാന്റിന് കണ്ടോ ഫ്ലവേഴ്സിൽ തന്നെ ചേഞ്ച് ഉണ്ട്. കണ്ടോ, രണ്ടും ഒറ്റ
ഒറ്റ പ്ലാന്റിലെ ഫ്ലവറാണ്, പക്ഷേ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ അടിഭാഗത്തുള്ള ലീഫൊക്കെ വെരിഗേറ്റഡ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന പ്ലാന്റിന് കിട്ടുന്ന സൺലൈറ്റ്, മണ്ണ്, വളം ഇതൊക്കെ വെച്ചിട്ട് പ്ലാന്റ്സിൻ്റെ ആ ഒരു ഘടനയിലും അതുപോലെ ഫ്ലവറിങ്ങിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. പൂക്കളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. നമ്മളേന്ന് വാങ്ങിക്കുന്ന എക്സാക്റ്റ് കളറായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടുമ്പോൾ പൂക്കുന്നതേ ചെറിയൊരു വേരിയേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സിന്, നിങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്ന പ്ലാന്റ്സിൻ്റെ മണ്ണിലും സൺലൈറ്റിലും ഒക്കെയുള്ള വ്യത്യാസം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഒരു റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ഉജാല നമ്മൾ അത്യാവശ്യം റേറ്റിനാണ് കൊടുക്കുന്നത്. അത് നമ്മളിപ്പോൾ കാണിച്ചൊരു ലൈറ്റ് ലാവണ്ടർ പോലെയൊക്കെ സാമ്യം തോന്നും കേട്ടോ നമ്മുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വയ്ക്കുമ്പോൾ. ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യാത്ത പ്ലാന്റാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. വലിയ ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റീസിൽ ഉൾപ്പെടുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്ലവേഴ്സ്. നമ്മുടെ ലീഫിൽ ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് കോയിൻ ലീഫ് ഉണ്ടാവാറുണ്ട്, നല്ല നീളമുള്ള ലീഫ്. ഇത് നാഗാലാൻഡ് പിങ്കിനെ പോലെ നീളമുള്ള ലീഫുകൾ ഉണ്ടാവാറുണ്ട്, കുറച്ചുകൂടെ ചെറിയ ലീഫുകളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ലീഫിലും നമ്മുടെ തണ്ടിലും പൂവിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ ഓരോ സ്ഥലത്താകുമ്പോഴത്തേക്കും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൊട്ടുകളൊക്കെ ആയിട്ട്. പിന്നെ അത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കാനുള്ള വെള്ളമാണേ. പിന്നെ ഇതൊക്കെ ഓരോരോ വെറൈറ്റീസാണ് കേട്ടോ. ഒരു പീച്ച് തന്നെ കുറച്ചധികം ഷെയ്ഡ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ കാണുമ്പോൾ എല്ലാം പീച്ചാണെന്ന് വിചാരിക്കരുത്. പീച്ചിനകത്ത് ഓറഞ്ചിഷ് പീച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിനകത്ത് ചെറിയ ഓറഞ്ച്, പുറത്തേക്ക് ഒരു ഡാർക്ക് പീച്ച്, അതുപോലെ ഉള്ളിൽ ഓറഞ്ച്, പുറത്തേക്ക് ഒരു ലൈറ്റ് പീച്ച്, അങ്ങനെ കുറച്ചധികം ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കിട്ടുമ്പോൾ എല്ലാം ഒരു ഷെയ്ഡാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. അതാണ് സ്റ്റെമ്മൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് അത്യാവശ്യം ഒരു ലൈറ്റ് പീച്ചാണ് കേട്ടോ. പീച്ചിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു 4-5 വെറൈറ്റീസ് നമ്മളതിലുണ്ട് കേട്ടോ. ഇതൊരു ഡാർക്ക് പീച്ചാണേ. ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ ഉണ്ട്, കുറച്ച് ഭാഗം മാത്രം ഓറഞ്ചാണ്. ഇതൊരു പിങ്കിലെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ബുഷിയായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു പ്ലാന്റാണ് റെഡ് ആൻഡ് വൈറ്റ് കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ലീഫിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പൂവായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിൽ. പിന്നെ ഇത് നമ്മുടെ വൈറ്റ് പോലെ തന്നെ ഒരു ഡാർക്ക് ലാവണ്ടർ കളറാണ് കേട്ടോ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റിനെ പോലത്തെ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്, ഫ്ലവറിങ് ആയി വരുന്നതേ ഉള്ളെന്ന് കേട്ടോ. അതിതാണ് നമ്മൾ കട്ടിങ്സൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഫ്ലവർ ആവാൻ വെയിറ്റ് ചെയ്യാതെ നമ്മൾ കട്ടിങ്സ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കറിയാം, അത് ഇന്ന കളറാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മൾ കട്ടിങ്സൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ നോക്കൂ, ഇതൊക്കെ ഒരു നല്ല നല്ല വെറൈറ്റീസാണ് കേട്ടോ. നമുക്ക് കളേഴ്സ് ഇങ്ങനെ കറക്റ്റ് എനിക്ക് പറയാനറിയില്ല, ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു റെഡ് കളറാണ് കേട്ടോ. പിന്നെ ഇത് വൈറ്റ്, ഡാർക്ക് ലീഫിനകത്ത് ഡാർക്ക് പീച്ച് വരുന്നതാണ് ഈ ഒരു വെറൈറ്റി. ഇത് അത്യാവശ്യം ഇങ്ങനെ പൊക്കം വന്നിട്ടൊക്കെ പൂക്കുന്ന ടൈപ്പാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഗാർഡനിലൊക്കെ ഇങ്ങനെ കുറച്ച് താഴ്ന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഗ്രൗണ്ടിനോട് ചേർന്ന് നിന്നിട്ട് നന്നായിട്ട് ഫ്ലവറിങ് ആവുന്ന ടൈപ്പ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു ഡാർക്ക് പീച്ച്. പിന്നെ ഇതൊക്കെ നമ്മൾ കട്ടിങ്സ് കൊടുത്ത് ഇങ്ങനെ കുരുടിച്ച് നിൽക്കുന്ന അവസ്ഥയിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇതിന് ഇനി പോട്ടൊക്കെ മാറ്റി നമ്മൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ നല്ല കട്ടിങ്സിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് സൺലൈറ്റൊക്കെ കിട്ടാത്തതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വയറ്റിന് ചെറിയൊരു വാട്ടം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ശ്രദ്ധിച്ചപ്പോഴതേ നമ്മുടെ തണ്ട് പൊട്ടിപ്പോയതാണ് കേട്ടോ, വെള്ളം വീണ് അഴുകിയതാണ്. നമ്മുടെ ഡബിൾ പെറ്റൽസ് ചീത്തയായെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇതുപോലെ ലീഫിനൊരു ചെറിയ തളർച്ച വരുമ്പോഴേ മനസ്സിലാക്കണം അതിൻ്റെ സ്റ്റെമ്മിനോട് ചേർന്ന് ഏതോ ഒരു ഭാഗത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അപ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇതൊരു ലൈറ്റ് ഓറഞ്ചാണോ പീച്ചാണോ എന്ന് പറയാൻ പറ്റാത്തൊരു ഷെയ്ഡാണ്. നിങ്ങൾ കളേഴ്സൊക്കെ കണ്ടോളൂ കേട്ടോ, ഞാനെല്ലാം കാണിക്കുന്നുണ്ട്. ഇതൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ. ഹാങ്ങിങ് പിങ്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ബുഷിയായിട്ട് തന്നെ നിന്ന് പൂക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ പിങ്കിനകത്തോ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും പിങ്കിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ. കുറച്ചുകൂടി പൊക്കം വച്ച് പോകുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ വന്നിട്ട് നമ്മളെ റെഡ് ആൻഡ് വൈറ്റ് ആണ്.
പിന്നെ ഇത് നമ്മുടെ ഒരു ബുഷി ബേബി പിങ്കിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ ഹാങ് ബോട്ടിൽ വച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു പ്ലാന്റ് അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പ്ലാന്റ് ഞാൻ വാങ്ങിയത് 100 രൂപയ്ക്കാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് അതാണോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റാണോ ഇത്. പക്ഷേ എനിക്ക് 100 രൂപ കിട്ടിയപ്പോൾ എനിക്കൊരു സംശയം ഇത് അത് തന്നെയാണോ എന്ന്. അങ്ങനെ ഇത് ഈ കമ്പിൻ്റെ അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ തളിർപ്പ് കളഞ്ഞപ്പോൾ ഞാനിതിനെ വെട്ടി ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു റെയർ വെറൈറ്റി ജമന്തി റോസാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും ഇപ്പോൾ ഇങ്ങനെ അധികം ആരുടെ കയ്യിലില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ അത്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡബിൾ പെറ്റൽസൊക്കെ നമ്മളിങ്ങനെ മാറ്റി മാറ്റി നട്ടതാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ നട്ടതാണ്. അതാണ് ചെറിയൊരു തളർച്ച പോലെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ ബുഷി ബേബി പിങ്ക് നമുക്കിപ്പോൾ നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ പോകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. പെറ്റൽസ് കുറഞ്ഞൊരു ഓറഞ്ചാണ്. ഓറഞ്ചിലും ഒരു 4-5 കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇത് ഇന്നലെ ഓസിന് വെള്ളം പിടിച്ചപ്പോൾ പോട്ടിൽ നിന്ന് പ്ലാന്റ് വിട്ട് പോയതാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിനി ഒന്നും കൂടെ റീപോർട്ട് ചെയ്ത് വെക്കണം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തായ്ലൻഡ് വൈറ്റ് കേട്ടോ. ഒരു പ്രാണി വന്ന് കടിച്ച് അതിൻ്റെ പ്ലാന്റ് ഫുള്ള് നശിപ്പിച്ച് വെച്ചേക്കുക. നമ്മുടെ കയ്യിൽ ഈ ഒരു ഒറ്റ പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മളിനി പുതിയ പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ്. പെറ്റൽസ് കുറഞ്ഞ പിങ്കാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഒത്തിരിയും പേരുടെ കയ്യിൽ ഈ ഒരു കളക്ഷൻസൊക്കെ ഉണ്ടാകും കേട്ടോ. അത്യാവശ്യം റെയർ അല്ല, പക്ഷേ ഈ ഒരു വെറൈറ്റി റെയറാണ് കേട്ടോ. ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഇതുപോലെ പർപ്പിൾ കളർ ഫ്ലവറാണ് കേട്ടോ. ഇത് നന്നായിട്ട് വിരിഞ്ഞ് വരുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ. എനിക്ക് കുറച്ച് ഫ്ലവർ ഇതുപോലെ ഉണ്ടായിട്ട് കറക്റ്റ് ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. തന്നെ അങ്ങ് പൊഴിഞ്ഞു പോയേ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വീഡിയോയിൽ ഇതിനെ കാണിക്കാമെന്ന് വെച്ച് കാണിച്ചത്. യെല്ലോ പോട്ടിലിരിക്കുന്നതും ഒരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. ഉജാല ഷെയ്ഡാണ്.